ഓ, ഇതൊന്നും ഓർത്ത് വെറുതെ നിങ്ങൾ വിഷമിക്കേണ്ടെന്നേ. എനിക്കിതൊക്കെ ശീലമാണ്. പിന്നെ തല്ലും കൊണ്ടിരിക്കുമ്പോൾ തിന്നാൻ ഇതുപോലെ ആപ്പിള് കിട്ടാറില്ല എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. റെസ്റ്റ് എടുത്തോളൂ, സൈമൺ അങ്കിളിന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഓ പിന്നെ, എന്നിട്ട് വേണം പുള്ളി ജില്ല വിട്ടു പോകാൻ. അങ്ങേരുടെ പേര് പറഞ്ഞപ്പോഴാണ് ആദ്യത്തെ ചവിട്ട് കിട്ടിയത്. എന്തെങ്കിലും വേണമെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ താഴെ ഉണ്ടാവും. ഏഞ്ചൽ, ഞാൻ ഇവിടുന്ന് മാറിയാലോന്നാ. വെറുതെ എന്നാത്തിന് ഓരോരോ പ്രശ്നങ്ങള്. പേടിയുണ്ടോ? അതുകൊണ്ടല്ല, നിങ്ങൾക്ക് വെറുതെ. എബി ഇവിടുന്ന് മാറി താമസിച്ചതുകൊണ്ട് ഈ പ്രോബ്ലം ഒന്നും തീരുന്നില്ല. ഈ സിറ്റുവേഷനിൽ താൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയി എന്നറിഞ്ഞാൽ ജയിക്കുന്നത് ഹെൻറി ആയിരിക്കും. കർത്താവ് തമ്പുരാൻ കുരിശേ കിടന്ന കിടപ്പ് നീ ഓർക്കുന്നുണ്ടോ? എന്നാ അതുപോലൊരു കുരിശേ നിന്നെ കിടത്ത് വന്നാ അവൾ ആ പറഞ്ഞേച്ചും പോയതിന്റെ അർത്ഥം. എന്റെ കൊച്ചെ, നമുക്ക് നല്ല അന്തസ്സുള്ള അടി നാട്ടിൽ നിന്ന് കിട്ടത്തില്ലയോടാ. ഇവിടെ വന്ന് കിടന്ന് കണ്ട കൊണ്ടവിടെ തല്ലു കൊള്ളണോ? എടാ, അവളതൊക്കെ പറയും. അവക്ക് വരും ഡയലോഗ് സീനിലേ ഉള്ളൂ. സംഘടന സീനി നമ്മളാ. ഓ, നീ നേരം കളയാതെ ഇവിടുന്ന് മാറാൻ നോക്ക്. ഇല്ലടാ ജോസേ, ഇനി ഏഞ്ചലും ഈ വീട്ടിലെ ആ പാവം ആന്റിമാരും ആരുടെ മുന്നിൽ തോക്കരുത്. എന്നതാ നിന്റെ മനസ്സിൽ? പ്രേമം. അപ്പൊ ഇവൻ ഏഞ്ചലിനോട് പ്രേമം തോന്നി തുടങ്ങിയിരിക്കുന്നു. കൊള്ളാം. ഇച്ചായ വിചാരിക്കണ പോലെ അതങ്ങനെ ഒരു ഇഷ്ടമല്ല ഇച്ചായ. എനിക്ക് അവളോട് സ്നേഹമാണോ ബഹുമാനമാണോ ആരാധനയാണോ അതൊന്നും എനിക്കറിയാൻ മേല. പക്ഷെ ഏഞ്ചൽ അടുത്ത് വരുമ്പോ എന്നോട് മിണ്ടുമ്പോ ചിരിക്കുമ്പോ എന്തോ ഒരു ഇത്. ഈ ഫീലാണ്ട യഥാർത്ഥ ലവ്. പരസ്പരം പ്രണയിക്കാൻ ദൈവം തരുന്ന സിഗ്നലാണത്. ഡിവൈൻ ലവ്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് ഏഞ്ചൽ അറിയാൻ പാടില്ല ചായ. അറിഞ്ഞ മറ്റെല്ലാവരെയും പോലെ ഞാനും അവരെ കുറിച്ച് ചിന്തിച്ചെന്ന് അവർ വിചാരിച്ചാലോ? ആ വീട്ടിലെ സ്നേഹവും സ്വാതന്ത്ര്യവും നഷ്ടമാവരുത് എനിക്കൊരിക്കലും. പിന്നല്ലാതെ ദേഷ്യം വരുന്നില്ലയോ? നിനക്കിനി ഇങ്ങനെ ദേഷ്യം വരണ്ട. ഇനി വന്നാ തന്നെ ഈ കുപ്പിയല്ല തീർക്കാൻ വേണ്ട. അല്ല ഞാൻ. എടാ ഏബിക്കുട്ട, ഞാൻ എന്താ എപ്പോഴും ഇങ്ങനെ ഒറ്റത്തിരിയായിട്ട് ജീവിക്കുന്ന എനിക്കറിയാവോ? അത് പെണ്ണ് കിട്ടാഞ്ഞിട്ട്. എനിക്കോ? പിന്നെ നിനക്ക് എന്തറിയാം? ഈ കൊച്ചിയിലെ സകല സുന്ദരിമാരുടെയും തന്തമാരും ആങ്ങളമാരും ഒരു കാലത്ത് ഈ സൈമന്റെ വീടിന് മുമ്പ് ക്യൂ നിൽക്കുകയായിരുന്നു. ക്യൂ. ഓ പിന്നെ ഇച്ചായന്റെ വീട് ബിവറേജസ് അല്ലയോ കാലത്തെ വന്ന് ക്യൂ നിൽക്കാൻ? പോടാ പുല്ലേ. എബി, പ്രണയം ഒരിക്കലും കൈവിട്ട് കളയരുത്. ആ നഷ്ടം പിന്നീട് ഒരിക്കലും നമുക്ക് നികത്താനാവില്ല. നിന്റെ ഏഞ്ചൽ, അവൾ നല്ല കുട്ടിയാ. ജീവിതത്തിൽ ദുരന്തങ്ങൾ മാത്രം അനുഭവിച്ചൊരു പാവം പെൺകുട്ടി. സത്യത്തിൽ എന്താ ഇച്ചാ റോസുല്യ സംഭവിച്ചത്? അതൊരു കഥയാ. റോസിനെ പീറ്റർ വിവാഹം ചെയ്തതോടെയാണ് ആ വീട്ടിൽ ദുരന്തങ്ങൾ തുടങ്ങിയത്. ആദ്യം പീറ്ററിനോട് പിണങ്ങി ജൂഡ്സൺ, ആനിയുടെയും മേഴ്സിയുടെയും ബ്രദർ, അവൻ നാട് വിട്ടുപോയി. പിന്നീട് അവരുടെ ഡാഡി ഫിലിപ്സ് സാഹിബും മരിച്ചു. അതോടെ റോസ്വെല്ലിയുടെ ഭരണം മുഴുവൻ പീറ്ററിന്റെ കയ്യിലായി. അവനൊരു ഫ്രോഡായിരുന്നു, മുക്കുടിയൻ. ആ സംഭവം നടന്ന ദിവസം ഏഞ്ചലിന്റെ 8ാമത്തെ മറ്റേ ബർത്ത്ഡേ ആയിരുന്നു. നീയും നിന്റെ മമ്മിയെ പോലെ എന്നെ ഡിസ്റ്റർബ് ചെയ്യണോ? Go inside. Rose! Rose! Hey, Rose! Damn it! This is too much. നിനക്കെന്താ വിളിച്ചാ വിളി കേട്ടൂടെ? What do you want? I want little water. കുടിച്ചത് മതി. ഇന്ന് ഇവിടെ ഒരു സെലിബ്രേഷൻ നടക്കുക. ഗസ്റ്റുകൾ വരും. പ്ലീസ് പീറ്റർ, ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. I know my dear. ഏഞ്ചലിന്റെ ബർത്ത്ഡേ I know. ബട്ട് അതിനേക്കാൾ വലിയൊരു സെലിബ്രേഷനിലാണ് ഞാൻ. യു നോ, മേഴ്സിയുടെ മാരേജ് ഫിക്സ് ചെയ്തതിന്റെ.
Happy birthday. Many happy returns of the day. ആഹാ. Happy birthday to you. Happy birthday to you. എബിക്കറിയോ, എൻ്റെ ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ എൻ്റെ മമ്മി എൻ്റെ പപ്പയെ കൊന്ന ദിവസം കൂടിയാണ്. ഞാൻ അനാഥയായ ദിവസം. എന്നിട്ടും ഇന്ന് ഞാൻ എല്ലാത്തിനും കൂട്ടുനിന്നത് എൻ്റെ ആനിമയും മേഴ്സിമയും അവരുടെ സന്തോഷത്തിന് വേണ്ടിയാ. അന്ന് എൻ്റെ മമ്മി ബർത്ത്ഡേ ഗിഫ്റ്റായി വാങ്ങിത്തന്നതും ഒരു വയലിനായിരുന്നു. എനിക്കുള്ള മമ്മിയുടെ ലാസ്റ്റ് ഗിഫ്റ്റ് ഇന്നിപ്പോൾ എബിയും. ജയിലിൽ വെച്ച മെൻ്റലി ഡിസോർഡറായ മമ്മി സെല്ലിൽ തലയിടിച്ച് മരിച്ചത്. അന്നതറിഞ്ഞപ്പോൾ ഒന്ന് കരയാൻ പോലും കഴിഞ്ഞില്ല എനിക്ക്. ബാക്കി വെച്ച ആ കരച്ചിലാണ് എബി എൻ്റെ മ്യൂസിക്. സ്നേഹിച്ചവരെല്ലാവരും ഞങ്ങളെ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. പേടിയാണ് എബി. അപവാദങ്ങളെ, ചുറ്റിനുള്ള ആളുകളെ, എല്ലാവരെയും. ശേ, എന്തൊക്കെ ഈ ആലോചിച്ച് കൂട്ടുന്നേ? ഈ മൂഡ് ഏഞ്ചലിന് ഒട്ടും ചേർത്തില്ല. ആ ധൈര്യമൊക്കെ എവിടെ പോയി? ധൈര്യോ? അത് ധൈര്യമൊന്നുമല്ല. ഉള്ളിലെ സങ്കടമൊക്കെ ആരും അറിയാതെ അടക്കി പിടിച്ച് വന്നു ചേർന്ന ഒരവസ്ഥയാണ്. അല്ലാതെ ആ പറഞ്ഞ നേരാ. ഉള്ളിൽ ഒരുപാട് സങ്കടമുള്ളവരാരും അതൊന്നും മറ്റാരോടും പറഞ്ഞുകൊണ്ട് നടക്കാറില്ല. ഞാനും അങ്ങനെയാ. പൗലോസ് അച്ഛൻ പറയും, കുറേ ചിരിച്ചും ചിരിപ്പിച്ചും പൊങ്ങച്ചൻ പറഞ്ഞും ഇല്ലാത്ത ഗമ കാണിച്ചും ഞാൻ എന്നെ തന്നെ പറ്റിച്ചോണ്ടിരിക്കുകയെന്ന്. കഴിഞ്ഞുപോയ ദുരന്തങ്ങളെ ഓർത്ത് സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ സങ്കടങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതും പൗലോസ് അച്ഛൻ പറഞ്ഞു തന്നാ. എനിക്ക് സ്വന്തമായിട്ടൊന്നും പറയാനില്ലേ? എന്നാ പറയാനാ, ഒത്തിരി ഏതാണ്ടൊക്കെ പറയണമെന്നുണ്ട്, പക്ഷെ കഴിയാറില്ല. എന്നതായാലും ഒരു കാര്യം സത്യ, വെറും വാക്ക് പറയണല്ല കേട്ടോ.
ഇനി മുതൽ സങ്കടമായാലും സന്തോഷമായാലും കൂടെ കൂടെ ഞാനും ഉണ്ട്. കൂടെ കൂട്ടിയാൽ മതി. അല്ല, ഏഞ്ചലൊന്നും പറഞ്ഞില്ല? കണ്ടോ? അവളുടെ സന്തോഷം കണ്ടോ ആനിമേ? എത്ര ബർത്ത്ഡേകൾ കഴിഞ്ഞു, നമ്മൾ ഇതുവരെ ഒരു ഗിഫ്റ്റ് പോലും കൊടുത്തിട്ടില്ല നമ്മുടെ ഏഞ്ചലിന്. അല്ലേ ആനിമ? വേണം. ഈ പ്രാവശ്യം ക്രിസ്മസിന് നമുക്കൊരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു ഫ്രോക്ക്. പിന്നെ ക്രിസ്മസ് ഡിന്നറിന് ഏഞ്ചൽ അത് അണിഞ്ഞു നിൽക്കുമ്പോൾ അവളോട് ചേർത്ത് എബിയെ നിർത്തണം. നമ്മുടെ ക്രിസ്മസ് പ്രസന്റ് വേണ്ടേ? മസി വരുന്നുണ്ട്, ചോദിക്ക്. ഗുഡ് മോർണിംഗ് വസീമ, ഞാൻ പോവാണേ. ബൈ അനിമ. ചോദിക്ക്. അതെ എബി, എനിക്ക് എറണാകുളം വരെ ഒന്ന് പോണം. ഒരു ഫ്രോക്കിനുള്ള മെറ്റീരിയൽസ് വാങ്ങാനാ. അതിനെന്താ ലിസ്റ്റ് തന്നോളൂ, ഞാൻ വാങ്ങിച്ചോണ്ട് വരാം. പൊതു ഇത് നേരിട്ട് പോയി സെലക്ട് ചെയ്യേണ്ടതാ. ബസ്സിലോ ബോട്ടിലോ പോയാൽ തിരിച്ചെത്താൻ ലേറ്റ് ആവും. ഏഞ്ചോ വയലിൻ ക്ലാസ്സിൽ നിന്ന് വരുന്നതിന് മുമ്പ് ഇങ്ങ് തിരിച്ചെത്തണം. എന്നതാ ഏഞ്ചൽ അറിയാതെ? സസ്പെൻസാ? എങ്ങനെ പോവും? ഒരു ഹെലികോപ്റ്റർ വിളിച്ചാലോ? നമുക്ക് ബൈക്കിൽ പോയാലോ? ഓ അത് പറ, അതിനായി സോപ്പല്ലേ. കൊച്ചി എന്ന സൈമണോട് ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ട് വാ. എന്നാ അനിമ, പോണോ? വേണം. ഓക്കെ, ഡൺ. റെഡി ആയിക്കോ. കേറുന്നില്ലേ? ഞാൻ കേറണില്ല, സൈമച്ചാൻ അവിടെ കിടന്ന് തിരക്കുണ്ടാവും. ഇന്ന് ലോഡ് തന്നെ ദിവസം. എവിടെ പോയിട്ട് വരണേണ് രണ്ടാളും? പട്ടാപ്പലാവുമ്പോ ആരും സംശയിക്കില്ലല്ലോ. കൊള്ളാൻ പൊന്നു മോനെ രാജകുമാരി. ദേ വേല കുറച്ച് വിൽക്കാൻ നിക്കണ്ടാ. ഇത് മുന്തിയ മേഴ്സിക്കുട്ടിയെ ഇങ്ങനെ വെയിലും കൊണ്ട് ഈ ബൈക്കൊക്കെ നടക്കണ വല്ല കാര്യം ഉണ്ടാ മുത്തേ. നമ്മ ബെൻസുകാർ അറേഞ്ച് ചെയ്തല്ല. എടി നീ ഇവിടെയൊക്കെ ഇത്രയും നാളും നിധി കാക്കുന്ന ഭൂതത്തെ പോലെ കാത്തു പിടിച്ചിട്ട് ഇപ്പൊ എന്തായി? ദേ കണ്ട, നിന്റെ കണ്ണൊന്ന് തെറ്റിയപ്പോ ഇവന്റെ കൂടെ ഇവിടെ ഇറങ്ങിപ്പോയത് കണ്ട. ചോദിച്ചു നോക്കി രണ്ടുപേരും എവിടെയായിരുന്നു. നാട്ടുകാർക്കൊക്കെ ഇപ്പൊ മനസ്സിലായില്ലേ? റോസ്മില്ലെ പെണ്ണുങ്ങളെ നനിക്കോണം. ഇനി ഇവിടെ കിടന്ന് ബഹളം വെക്കരുത്. കേറി പോകത്ത്. പോകാനാ പറഞ്ഞത്.
വേഗം. മേഴ്സിമ പറഞ്ഞിട്ടാ ഏഞ്ചൽ ഒന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ട് പോ. ഏഞ്ചൽ ഏഞ്ചൽ പ്ലീസ് പ്ലീസ് ഞാൻ പറയുന്നു ഏഞ്ചൽ ഞാൻ എന്നതാടാ കരയ? ഞാൻ വെറുതെ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാ ആൺകുട്ടികൾ ഇങ്ങനെ കരയരുതെന്ന്. കർത്താവ് കരുണയുള്ളവനാടാ. നീ ആഗ്രഹിക്കും പോലെ നിന്റെ പപ്പ എഴുന്നേറ്റ് നടക്കും. വന്നേ പറയട്ടെ കൊച്ചേ, ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ മ്യൂസിക് തെറാപ്പിയെ പറ്റി? അലോപ്പതി മാറ്റി ഇനി അതൊന്ന് പരീക്ഷിച്ചാൽ എന്താണെന്ന് ഡോക്ടർ ജോർജ് തോമസും അത് തന്നെയാ പറയണത്. ആന്റണിയുടെ ഉള്ളിലെ സംഗീതം ഇപ്പോഴും മാഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടാണല്ലോ നീ ഗിത്താർ വായിക്കുമ്പോൾ പ്രതികരിക്കുന്നത്. സംഗീതമെന്നാൽ ദൈവത്തിന്റെ വരദാനമല്ലേ? മ്യൂസിക് തെറാപ്പി എന്ന് വെച്ചാലോ ദൈവം നേരിട്ട് വന്ന് ചികിത്സിക്കുന്ന അത്ഭുതവും. ദൈവം നേരിട്ട് ഇങ്ങ് വരട്ടെ അല്ലേ? നിനക്ക് എന്നതാടാ പറ്റിയത്? ഒരുമാതിരി വോൾട്ടേജ് ഇല്ലാത്ത ഒരു ചിരി എന്നതാടാ? ഒന്നുമില്ല അച്ചോ. ഒന്നുമില്ലാതൊന്നുമില്ല. നിന്റെ കൊച്ചി വിശേഷമൊക്കെ നമ്മുടെ ജോസ് കുഞ്ഞിവിടെ വന്ന് പറഞ്ഞു. പൗലോസ് അച്ഛന്റെ കണ്ണപത്തി കളിക്കല്ലേ. നീ എത്ര പറ്റിയാലും നിന്റെ മൂക്ക് വേർത്താൽ ഞാൻ അറിയും. എന്നിട്ട് എവിടെ വരെ ആയടാ? കർത്താവേ, സംഭാവന തരാമെന്ന ഏതെങ്കിലും കുഞ്ഞാടായിരിക്കണേ. കൊച്ചേ, നിന്റെ പപ്പയ്ക്കും എനിക്കും ഏതോ ഒരു പുതിയ ഫ്രണ്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാനെന്നും കൂടി ചെല്ലട്ടെ, ഇല്ലെങ്കിൽ അവന്മാർ ആ പാവത്തിനെ മുറ്റത്തിട്ടു പോവും. നീ പോകുന്നതിന് മുമ്പ് എന്നെ വന്നൊന്ന് കാണണം. നമ്മുടെ ചാപ്പലിലെ പിയാദയ്ക്ക് എന്തോ ഒരു മിസ്സിങ്, ഒരു ടോൺ വ്യത്യാസം. നീ ഒന്ന് വന്ന് നോക്കണം.